നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. 2026 കേരളം ഇടതുമുന്നണിക്ക് ലഭിച്ച ജോൺ ബ്രിട്ടാസ് സംസ്ഥാന മന്ത്രിസഭയിലെത്തും. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഡൽഹി ലേണൽ ഓഫീസറായ ജോൺ ബ്രിട്ടാസിന് സംസ്ഥാന മന്ത്രിസഭയിൽ സീറ്റ് നൽകാമെന്ന വാഗ്ദാനം പിണറായി നൽകിക്കഴിഞ്ഞു. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂർ ജില്ലയിലെ ഏതെങ്കിലും മണ്ഡലത്തിൽ നിന്നും സീറ്റ് നൽകാമെന്നാണ് വാഗ്ദാനം. കേരള സർക്കാർ തമ്മിലുള്ള പാലമായി പ്രവർത്തിക്കുന്ന ബ്രിട്ടാസിനെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി അഭിനന്ദിച്ചത് ഇന്നലെയാണ്. അഭിനന്ദനം ബ്രിട്ടാസ് തുറന്ന മനസ്സോടെ സ്വീകരിക്കുകയും ചെയ്തു. കേരളത്തിന്റെ വിഷയം ഏറ്റെടുത്ത കേന്ദ്രമന്ത്രിയുടെ അടുത്തുപോയി എന്ന് പറഞ്ഞതിൽ സന്തോഷമേയുള്ളൂ. പലതവണ മന്ത്രിയെ കണ്ടിട്ടുണ്ട്. മധ്യസ്ഥം വഹിച്ചു എന്ന് മന്ത്രി പറഞ്ഞത് സത്യമാണെന്നും ബ്രിട്ടാസ് വ്യക്തമാക്കി. PM ശ്രീ പദ്ധതിയിൽ കേന്ദ്രത്തിനും സംസ്ഥാനത്തിനുമിടയിൽ പാലമായി എന്ന കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ വെളിപ്പെടുത്തലിനോട് പ്രതികരിക്കുകയായിരുന്നു ജോൺ ബ്രിട്ടാസ്. കേന്ദ്രമന്ത്രി പറഞ്ഞത് സത്യം തന്നെയെന്നും പലതവണ മന്ത്രിയെ കണ്ടിട്ടുണ്ടെന്നും മധ്യസ്ഥം വഹിച്ച കേരളത്തിന് വേണ്ടിയെന്നുമാണ് ബ്രിട്ടാസ് വ്യക്തമാക്കിയത്. കേരളത്തിന്റെ വിഷയം ഏറ്റെടുത്ത കേന്ദ്രമന്ത്രിയുടെ അടുത്തുപോയി എന്ന് പറഞ്ഞതിൽ സന്തോഷമേയുള്ളൂ എന്നും ബ്രിട്ടാസ് വിവരിച്ചു. ഞാൻ പലതവണ മന്ത്രിയെ കണ്ടിട്ടുണ്ട്. മധ്യസ്ഥം വഹിച്ചു എന്ന് മന്ത്രി പറഞ്ഞത് സത്യമാണ്. പക്ഷേ PM ശ്രീ കരാർ ഒപ്പിടുന്നതിൽ മധ്യസ്ഥം വഹിച്ചിട്ടില്ലെന്നും ബ്രിട്ടാസ് കൂട്ടിച്ചേർത്തു. കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ യഥേഷ്ടം ഫണ്ട് വാങ്ങിയിട്ട് കേരളത്തെ അവഗണിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്. കോൺഗ്രസിന്റെ നിലപാട് പദ്ധതി അംഗീകരിക്കാൻ തയ്യാറാകാത്ത സംസ്ഥാനങ്ങളുടെ നില ദുർബലമാകുന്നത് എന്ന് മന്ത്രി പറഞ്ഞെന്നും ബ്രിട്ടാസ് വിവരിച്ചു. പദ്ധതി നടപ്പാക്കാത്ത സംസ്ഥാനങ്ങൾക്ക് ഫണ്ട് നൽകില്ല എന്ന നിലപാട് മാറ്റില്ല എന്ന സൂചനയാണ് കേന്ദ്രമന്ത്രിയിൽ നിന്നും ഉണ്ടായതെന്നും അദ്ദേഹം വിശദീകരിച്ചു. PM ശ്രീ പദ്ധതിയിലെ ഫണ്ട് കിട്ടാത്തത് കേരളത്തിന് നഷ്ടമാണെന്നും ബ്രിട്ടാസ് ചൂണ്ടിക്കാട്ടി. കേന്ദ്രമന്ത്രി പറഞ്ഞത് ഇതാണ്: PM ശ്രീ പദ്ധതിയിൽ കേന്ദ്രത്തിനും സംസ്ഥാനത്തിനുമിടയിൽ പാലമായത് ജോൺ ബ്രിട്ടാസ് MP എന്നാണ് ഇന്നലെ രാജ്യസഭയിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞത്. അക്കാര്യത്തിൽ ബ്രിട്ടാസിനെ അഭിനന്ദിക്കുന്നുവെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. സർവ്വസമ്മതത്തോടുകൂടിയാണ് PM ശ്രീ പദ്ധതിയിൽ കേന്ദ്രവുമായി കേരളം ധാരണാപത്രത്തിൽ ഒപ്പിട്ടത്. കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി തന്നെ കണ്ട് സമ്മതം അറിയിച്ചിരുന്നു എന്നും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി വിവരിച്ചു. എന്നാൽ പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് അറിയില്ലെന്നും ധർമ്മേന്ദ്ര പ്രധാൻ രാജ്യസഭയിൽ വ്യക്തമാക്കി. സംസ്ഥാന സർക്കാരിലെ ആഭ്യന്തര തർക്കം മൂലം പദ്ധതി നടപ്പാക്കുന്നില്ല എന്നാണ് മനസ്സിലാകുന്നത്. ആശയക്കുഴപ്പമുണ്ടായത് സംസ്ഥാന സർക്കാർ തന്നെയാണെന്നും ധർമ്മേന്ദ്ര പ്രധാൻ കുറ്റപ്പെടുത്തി. കേന്ദ്ര സർക്കാരിന്റെ വിദ്യാഭ്യാസ പദ്ധതിയായ PM ശ്രീയിൽ ചേരില്ലെന്നായിരുന്നു കേരളം ആദ്യം മുതലേ സ്വീകരിച്ചിരുന്ന നിലപാട്. LDF സർക്കാരിന്റെ പ്രഖ്യാപിത നയമായിരുന്നു അത്. എന്നാൽ ഇക്കഴിഞ്ഞ ഒക്ടോബർ മാസത്തിന്റെ തുടക്കത്തിൽ ഘടകകക്ഷികൾ പോലും അറിയാതെ PM ശ്രീ പദ്ധതിയിൽ ചേരുന്നതായി കേരള സർക്കാർ അറിയിക്കുകയായിരുന്നു. എന്നാൽ CPI അടക്കം ശക്തമായ എതിർപ്പ് ഉന്നയിച്ചതോടുകൂടി പദ്ധതിയിൽ നിന്ന് പിന്മാറുന്നതായി കേന്ദ്രത്തെ കേരളം അറിയിക്കുകയായിരുന്നു. PM ശ്രീ പദ്ധതിയിൽ തുടർ നടപടികൾ നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് കേരളം കേന്ദ്രത്തിന് കത്തയക്കുകയും ചെയ്തിരുന്നു. PM ശ്രീ പദ്ധതിയിൽ നിന്നും പിന്മാറിയാൽ പിണറായി വിജയൻ സർക്കാർ വിവരമറിയുമെന്ന കേന്ദ്രമന്ത്രിയുടെ പ്രസ്താവനയോടെ വ്യക്തമായിരിക്കുകയാണ്. PM ശ്രീയിൽ തൊടുമ്പോൾ സൂക്ഷിക്കണമെന്ന മുന്നറിയിപ്പ് ധനമന്ത്രി ബാലഗോപാൽ മുഖ്യമന്ത്രിക്ക് നൽകി കഴിഞ്ഞു. കാരണം PM ശ്രീയുടെ പേരിൽ കോടികളാണ് കേരളം ഇതിനോടകം തന്നെ കൈക്കലാക്കിയത്. PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ട ശേഷം കേന്ദ്ര നയം പാലിക്കാതിരുന്നാൽ മന്ത്രി V ശിവൻകുട്ടിയുടെ അവകാശവാദങ്ങൾക്ക് പുല്ലുവില കിട്ടില്ല. ഫണ്ട് വാങ്ങി ഇഷ്ടം പോലെ ചെയ്യാൻ സർക്കാരിനാകില്ല. കരാറ് പാലിക്കാതിരുന്നാൽ പണം തിരികെ ഈടാക്കാൻ കേന്ദ്ര സർക്കാരിന് മുന്നിൽ നിരവധി വഴികളുമുണ്ട്. PM ശ്രീയിൽ ഒപ്പിടാത്തതിനാൽ സർവശിക്ഷ കേരളയുടെ ഫണ്ട് തടഞ്ഞതുപോലെ കരാറ് പാലിക്കാത്തതിനാൽ മറ്റ് പദ്ധതികളിലെ പണം തടഞ്ഞു വെക്കാൻ കേന്ദ്രത്തിന് കഴിയും. ജോൺ ബ്രിട്ടാസിന്റെ മധ്യസ്ഥയിൽ PM ശ്രീ കരാറ് ഒപ്പിടുന്ന വേളയിൽ ഇത്തരം അപകടങ്ങൾ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയതാണ്. എന്നാൽ കരാറ് ഒപ്പിടാൻ കഴിയുമെന്ന ഉറപ്പിലായിരുന്നു പിണറായി സർക്കാർ. CPI പദ്ധതിയെ എതിർക്കുമെന്ന് ആരും പ്രതീക്ഷിച്ചതല്ല. ബിനോയ് വിശ്വം ഇത്തരത്തിലൊരു കൊട്ടേഷൻ നൽകുമെന്ന് ആരും പ്രതീക്ഷിച്ചതുമല്ല. CPIയുടെ വിവിധ വകുപ്പുകളിൽ ഇത്തരത്തിൽ കേന്ദ്ര ഫണ്ട് വാങ്ങുന്നുണ്ട്. പ്രതിപക്ഷവും കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലും പലവട്ടം മുന്നറിയിപ്പ് നൽകിയിട്ടും കിഫ്ബി വഴി സംസ്ഥാന സർക്കാർ കടമെടുത്തത് പിന്നീട് വലിയ തിരിച്ചടിയായിരുന്നു. കിഫ്ബി എടുക്കുന്ന വായ്പകൾ സംസ്ഥാന സർക്കാരിന്റെ ബാധ്യതയാണെന്ന CAG റിപ്പോർട്ട് തള്ളിക്കളയുകയാണ് ഒന്നാം പിണറായി സർക്കാർ ചെയ്തത്. എന്നാൽ രണ്ടാം പിണറായി സർക്കാർ വന്നതിന് പിന്നാലെ
CAGയുടെ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ വായ്പാ തുക സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് തുകയിൽ നിന്ന് വെട്ടിക്കുറച്ചു. സംസ്ഥാന സർക്കാരിന് കീഴിലെ സ്ഥാപനങ്ങൾ എടുക്കുന്ന വായ്പകൾക്ക് ഗ്യാരണ്ടി നിൽക്കുന്നതിലും സർക്കാരിന് വലിയ വില കൊടുക്കേണ്ടി വരുന്നുണ്ട്. സ്ഥാപനങ്ങൾ വായ്പ തിരിച്ചടച്ചില്ലെങ്കിൽ ആ തുക സർക്കാരാണ് നൽകേണ്ടത്. ഇതിനായി ഗ്യാരണ്ടി റിഡക്ഷൻ ഫണ്ട് രൂപീകരിക്കാൻ കേന്ദ്രം ആവശ്യപ്പെട്ടു. മടിച്ചു നിന്നതോടുകൂടി കടമെടുപ്പിൽ പിടുത്തമിട്ടു. ഇപ്പോൾ വർഷം 600 കോടിയോളം രൂപ മാറ്റിവെച്ച് ഗ്യാരണ്ടി റിഡംഷൻ ഫണ്ട് രൂപീകരിക്കാൻ സംബന്ധിച്ച കേന്ദ്ര അനുമതി കാക്കുകയാണ്. PM ശ്രീ പദ്ധതി നടപ്പാക്കുന്നതിനുള്ള ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചതിനെ തുടർന്ന് ഇടതുകക്ഷികൾ തമ്മിലുണ്ടായ ആദർശ പോരാട്ടത്തിൽ CPIക്ക് മേൽക്കൈയുണ്ടായി. എന്നാൽ വില കൊടുക്കേണ്ടി വരുന്നത് CPMന്. കേന്ദ്രവുമായി ഒപ്പുവെച്ച ധാരണാപത്രത്തിൽ നിന്ന് പിന്മാറാനുള്ള സന്നദ്ധ CPM അറിയിച്ചതോടുകൂടിയാണ് CPI ഉയർത്തിയ കടുത്ത എതിർപ്പിന് മന്ത്രിസഭയുടെ കൂട്ട ഉത്തരവാദിത്വം എന്ന ചോദ്യം ചെയ്യപ്പെടാവുന്ന പ്രതിസന്ധിക്കും പരിഹാരമായത്. യഥാർത്ഥത്തിൽ ഇത് ആശയ സമരത്തിലൂടെ CPI നേടിയ രാഷ്ട്രീയ വിജയമായാണ് വിലയിരുത്തപ്പെടുന്നത്. ധാരണാപത്രം ഒപ്പിട്ട സ്ഥിതിക്ക് ഏകപക്ഷീയമായി അതിൽ നിന്ന് പിന്മാറാനാകുമോ എന്ന ചോദ്യം നിലനിൽക്കുന്നുണ്ട്. കേന്ദ്രം കൂടി സമ്മതിച്ചാൽ പരസ്പര ധാരണയിൽ പിന്മാറാൻ വകുപ്പുണ്ടെന്ന് ബന്ധപ്പെട്ടവർ പറയുന്നു. തൽക്കാലം മുഖം രക്ഷിക്കാനില്ലെന്ന നടപടിയായി മരവിപ്പിക്കാൻ പ്രഖ്യാപനം. എന്നാൽ കേന്ദ്രം അനുവദിക്കില്ല. അങ്ങനെ അനുവദിക്കുമായിരുന്നുവെങ്കിൽ കേന്ദ്രമന്ത്രി അക്കാര്യം രാജ്യസഭയെ അറിയിക്കുമായിരുന്നു. മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള CPIയുടെ ഉറച്ച തീരുമാനമാണ് CPMനെ വിട്ടുവീഴ്ചയ്ക്ക് നിർബന്ധമാക്കിയത്. കേന്ദ്രവുമായി ഉണ്ടാക്കിയിട്ടുള്ള കരാറ് തൽക്കാലത്തേക്ക് മരവിപ്പിക്കുന്നതിനും തുടർ നടപടികൾക്കുമായി CPI മന്ത്രിമാർ അടക്കമുള്ളവർ ഉൾപ്പെട്ട മന്ത്രിസഭാ ഉപസമിതിയെ ചുമതലപ്പെടുത്താനുമാണ് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്ന ധാരണ. ഇരു കൂട്ടർക്കും വലിയ പരിക്കില്ലാതെ വിധത്തിൽ പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമമാണ് നടന്നിരിക്കുന്നത് എന്നാണ് കരുതേണ്ടത്. ഭരണത്തിലിരിക്കുന്ന CPMന്റെ ഇടത് നയവ്യതിയാനം ചൂണ്ടിക്കാട്ടി CPI ഇടയ്ക്കുകയും സർക്കാർ വഴിപ്പെടുകയും ചെയ്യുന്നത് ഇത് ആദ്യമായല്ല. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്തും ശക്തമായ നിലപാടുകളിലൂടെ CPMനെ വഴിക്ക് കൊണ്ടുവരാൻ CPIക്ക് സാധിച്ചിട്ടുണ്ട്. കായൽ കയ്യേറ്റവുമായി ബന്ധപ്പെട്ട ഗതാഗത മന്ത്രി തോമസ് ചാണ്ടിയുടെ രാജിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചതിൽ CPIയുടെ ഉറച്ച നിലപാടിന് വലിയ പങ്കുണ്ടായിരുന്നു. ഹൈക്കോടതിയിൽ നിന്ന് രൂക്ഷ വിമർശനം നേരിടേണ്ടി വന്നിട്ടും രാജിവെക്കുന്നതാണ് നല്ലതെന്ന കോടതി തന്നെ പറഞ്ഞിട്ടും തോമസ് ചാണ്ടി രാജിവെക്കണമെന്ന ആവശ്യത്തോട് CPM അനുകൂലമായല്ല ആദ്യഘട്ടത്തിൽ പ്രതികരിച്ചത്. ഒടുവിൽ പിന്നീട് തിരിച്ചുവരാൻ കഴിയും വിധത്തിൽ ഉപാധികളോടെ രാജിവെക്കണമെന്ന നിലപാട് തോമസ് ചാണ്ടി സ്വീകരിച്ചു. എന്നാൽ അപ്പോഴൊക്കെ ഉപാധികളില്ലാത്ത രാജി എന്ന ഒറ്റ ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു CPI. തോമസ് ചാണ്ടി മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുത്തതിൽ പ്രതിഷേധിച്ച് CPI മന്ത്രിമാർ അന്ന് മന്ത്രിസഭാ യോഗം ബഹിഷ്കരിച്ചിരുന്നതിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയിരുന്നു. അങ്ങനെയാണ് ഒടുവിൽ തോമസ് ചാണ്ടിയുടെ രാജി ചോദിച്ചു വാങ്ങാൻ മുഖ്യമന്ത്രി നിർബന്ധിതനായത്. ഒരു തിരുത്തൽ ശക്തിയായി നിലകൊള്ളാനുള്ള CPIയുടെ ശ്രമം പക്ഷേ എല്ലായ്പ്പോഴും വിജയം കണ്ടിട്ടുമില്ല. രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് തന്നെ തൃശൂർ പൂരം അലങ്കോലമാക്കപ്പെട്ടതും ADGP MR അജിത്കുമാറുമായി ബന്ധപ്പെട്ട വിഷയത്തിലുമെല്ലാം ശക്തമായ നിലപാടാണ് CPI സ്വീകരിച്ചിരുന്നത്. അപ്പോഴും CPIയെ നിഷ്കരുണം അവഗണിക്കാൻ CPMന് സാധിച്ചിരുന്നു. എന്നാൽ PM ശ്രീയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ CPMന്റെയും പിണറായിയുടെയും കണക്കുകൂട്ടലുകൾ പിഴയ്ക്കുകയായിരുന്നു. ആദ്യം എതിർത്ത കാര്യം പിന്നീട് ഒരു മടിയുമില്ലാതെ നടപ്പാക്കുന്ന CPM ലൈൻ തന്നെയാണ് PM ശ്രീയിലും കണ്ടത്. ആദ്യഘട്ടത്തിൽ BJPക്കെതിരെ പോർമുഖമൊരുക്കിയ CPMന് ആരോഗ്യരംഗത്ത് ആയുഷ്മാൻ ആരോഗ്യ ബ്രാൻഡിങ്ങിന് കൈകൊടുക്കാനും PM ശ്രീയിൽ ഒപ്പിടാനും ഒരു മടിയും ഉണ്ടായില്ല. ആദ്യം മുതൽ PM ശ്രീ പദ്ധതി നടപ്പാക്കുന്നതിനെതിരെ ശക്തമായ നിലപാടാണ് CPI സ്വീകരിച്ചിരുന്നത്. PM ശ്രീയും ദേശീയ വിദ്യാഭ്യാസ നയവും RSSന്റെ ഹിന്ദുത്വതയിൽ അധിഷ്ഠിതമായ വിദ്യാഭ്യാസ നയം അടിച്ചേൽപ്പിക്കാനുള്ള പദ്ധതിയാണ് എന്ന നിലപാട് അവർ ഒരിക്കലും കൈവിട്ടിട്ടില്ല. കേന്ദ്ര ഫണ്ടായി ലഭിക്കേണ്ട ഏതാനും ലക്ഷങ്ങളുടെ പേരിൽ ഈ നിലപാട് ഉപേക്ഷിക്കാനാവില്ല എന്നും ഹിന്ദുത്വ രാഷ്ട്രീയത്തിനെതിരായ രാഷ്ട്രീയ നിലപാടിൽ നിന്നുള്ള പിന്നോട്ടു പോക്കായിരിക്കും അതെന്നുമുള്ള നിലപാടിൽ CPI ഉറച്ചു നിന്നു. CPIയുടെ ഈ നിലപാട് CPMന് ഒരേ സമയം ആശയപരവും രാഷ്ട്രീയവുമായ വെല്ലുവിളികൾ ഉയർത്തുന്നതായിരുന്നു എന്നതിൽ സംശയമില്ല. CPI എപ്പോഴത്തെയും പോലെ കൈകാര്യം ചെയ്യാമെന്ന ആത്മവിശ്വാസത്തിൽ അതീവ രഹസ്യമായ നീക്കങ്ങളിലൂടെ ഡൽഹിയിൽ വെച്ച് ധാരണാപത്രം ഒപ്പിടുകയായിരുന്നു സർക്കാർ. ഇത് വലിയൊരു വിശ്വാസവഞ്ചനയുടെ പ്രശ്നമായും കൂട്ടുത്തരവാദിത്വത്തിന്റെ ലംഘനമായുമാണ് CPI കണ്ടത്. എന്തു വില കൊടുത്തും രാഷ്ട്രീയമായി ഇതിനെ നേരിടേണ്ടത് തങ്ങളുടെ അസ്തിത്വത്തിന്റെയും രാഷ്ട്രീയ നിലനിൽപ്പിന്റെയും പ്രശ്നമായി അവർ തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് തന്നെ മുന്നണിയിലും മന്ത്രിസഭയിലും തുടർന്നു കൊടുത്ത രാഷ്ട്രീയമായ പോരാട്ടത്തിന് അവർ സന്നദ്ധമായത്.
വെളിയം ഭാർഗവനെയോ കാനം രാജേന്ദ്രനെയോ പോലെ ശക്തമായ നിലപാട് സ്വീകരിക്കാനോ പിണറായിയെ പോലെ ഒരു നേതാവിനോട് ഏറ്റുമുട്ടാനോ സാധിക്കുന്ന ഒരു നേതാവല്ല CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം എന്ന ധാരണ മാറ്റി എഴുതുന്നത് കൂടിയായിരുന്നു PM ശ്രീ വിഷയത്തിൽ CPI നേരിടുന്ന ഈ മേൽക്കൈ എന്നത് ശ്രദ്ധേയം. PM ശ്രീ വിഷയത്തിൽ തുടക്കം മുതൽ തന്നെ CPM പ്രതിരോധത്തിലായിരുന്നു എന്നത് വ്യക്തമാണ്. പിണറായിയുടെ സമവായ ചർച്ചകൾക്കൊന്നും കാര്യമായ ഫലം ഉണ്ടായിട്ടുമില്ല. CPI നേതാക്കളുടെ ശബ്ദവും നിലപാടുകളും എല്ലായ്പ്പോഴും ഉയർന്നു കേൾക്കുകയും ചെയ്തു. CPI ഉയർത്തിയ രാഷ്ട്രീയത്തിനുള്ള വ്യക്തതയായിരുന്നു അതിന് കാരണം. ഇതിനിടെ CPIയുടെ വകുപ്പുകളെ കുഴപ്പത്തിലാക്കാൻ CPM നോക്കി. കൃഷി വകുപ്പിൽ അടക്കം ഫണ്ട് വാങ്ങിയ വാർത്ത പുറത്തു വന്നത് CPIയെ പ്രതിരോധത്തിലാക്കുമെന്ന കണക്കുകൂട്ടലും പിഴച്ചു. തീവ്ര ഹിന്ദുത്വ രാഷ്ട്രീയത്തെ ചെറുക്കുക എന്ന പ്രഖ്യാപിത നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് CPMന്റെ ഇടത് രാഷ്ട്രീയത്തിൽ നിന്നുള്ള വ്യതിയാനവും ചൂണ്ടിക്കാട്ടുകയായിരുന്നു അവർ. അതുകൊണ്ട് തന്നെ ബിനോയ് വിശ്വം അടക്കമുള്ളവർ ഉന്നയിച്ച രാഷ്ട്രീയ പ്രതികരണങ്ങൾക്ക് അതേ ഭാഷയിൽ മറുപടി പറയാൻ CPM നേതാക്കൾക്ക് കഴിഞ്ഞില്ല. പറഞ്ഞ മറുപടികളാകട്ടെ അവരുടെ ആശയപരമായ ദൗർബല്യങ്ങൾ പ്രകടമാക്കുന്നതുമായിരുന്നു. PM ശ്രീ പദ്ധതിയിൽ CPIയുടെ എതിർപ്പിനെ പറ്റിയുള്ള ചോദ്യത്തിന് എന്ത് CPI എന്നായിരുന്നു CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ മറുചോദ്യം. CPIയെ അവഗണിച്ച് മാറ്റി നിർത്തുക എന്ന മുൻകാല തന്ത്രത്തെയായിരുന്നു MV ഗോവിന്ദൻ പയറ്റിയത്. അത് വില പോയില്ല. 1466 കോടി വെറുതെ കളയണോ എന്ന് ശിവൻകുട്ടി ചോദിച്ചപ്പോൾ പണം ജനം തരുമെന്ന ബിനോയ് വിശ്വം നൽകിയ മറുപടി ഒരു രാഷ്ട്രീയ പ്രഖ്യാപനം കൂടിയായിരുന്നു. തെരഞ്ഞെടുപ്പ് വരാനിരിക്കെ ഇങ്ങനെ ഒരു പദ്ധതിയിൽ പങ്കാളിയാവുന്ന ഇടത് സർക്കാരിന് ഭൂഷണമല്ല. സംസ്ഥാനത്തിന് അവകാശപ്പെട്ട പണം നൽകാത്തതിൽ കേന്ദ്രം തുറന്നുകാട്ടി സമീപിച്ചാൽ ആ പണം ജനങ്ങൾ തരും. ബംഗാളിൽ വികസന പദ്ധതിക്കായി രക്തം ശേഖരിച്ച പാർട്ടിയാണ് CPM എന്ന ബിനോയ് വിശ്വത്തിന്റെ മറുപടി CPMനുള്ള ശക്തമായ രാഷ്ട്രീയ മറുപടിയും ചരിത്രപരമായ ഓർമ്മപ്പെടുത്തൽ കൂടിയായിരുന്നു എന്നതിൽ സമ്മതിക്കാതെ പോകാനും വയ്യ. എന്തായാലും PM ശ്രീയിൽ കുട്ടിക്കാൻ വേണ്ടി CPMന് CPIക്കും കഴിഞ്ഞോ എന്ന ചോദ്യം ഉയരുകയാണ്. അതേസമയം പാലമായി പ്രവർത്തിച്ച നമ്മുടെ ബ്രിട്ടാസിന്റെ പാലത്തിന് കൂടുതൽ ശക്തി പകരാൻ പിണറായി വിജയൻ കൂടുതൽ കരുക്കൾ നീക്കുമോ എന്നും കണ്ടറിയണം. ഇന്നലെ പാർലമെന്റിൽ വലിച്ചു കീറിയത് സത്യത്തിൽ മുഖ്യമന്ത്രിയുടെ യഥാർത്ഥ മുഖം തന്നെയായിരുന്നു. CPI സംസ്ഥാന കൗൺസിൽ യോഗവും തിരുവനന്തപുരത്ത് നടന്നിരുന്നു. ഇന്നലെ വൈകിട്ടത്തെ മന്ത്രിസഭാ യോഗത്തിൽ CPIയുടെ 4 മന്ത്രിമാരും പങ്കെടുക്കില്ല എന്ന് ഉറപ്പായതോടുകൂടി സമവായ നീക്കവുമായി CPM കേന്ദ്ര നേതൃത്വം വിഷയത്തിൽ ഇടപെട്ടു. പദ്ധതി റദ്ദാക്കണമെന്ന കടുത്ത നിലപാടിലായിരുന്നു CPI. വ്യവസ്ഥകളിൽ ഇളവ് ആവശ്യപ്പെടുന്നത് പ്രായോഗികമല്ലെന്നും പാർട്ടി കരുതുന്നു. CPM ജനറൽ സെക്രട്ടറി MA ബേബി ഇന്ന് CPI ജനറൽ സെക്രട്ടറി T രാജുവുമായും സംസാരിച്ചിരുന്നു എന്നാണ് വ്യക്തമാകുന്നത്. എന്തായാലും കരാർ ഒപ്പിടുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. കൂടിക്കാഴ്ചകൾ നടക്കുന്നു. ഇതിനിടെ PM ശ്രീ പദ്ധതിയിൽ പ്രതിഷേധം കടുപ്പിക്കാൻ CPIയുടെ യുവജന വിദ്യാർത്ഥി സംഘടനകൾ തീരുമാനിച്ചിരുന്നു. പദ്ധതിക്കെതിരെ കഴിഞ്ഞ ദിവസങ്ങൾ തെരുവിലിറങ്ങിയ AIFIയും AISFും അടുത്ത ഘട്ടമായി ജില്ലാതല പ്രതിഷേധങ്ങൾക്ക് തുടക്കമിട്ടു എന്ന് പറഞ്ഞെങ്കിലും അത് ആ വഴിക്ക് തന്നെ നീങ്ങിയെന്നതിൽ സംശയമില്ല. CPIയെ മെരുക്കിയ ദിനത്തിന് തന്നെ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചത് വലിയ നേട്ടമായിരുന്നു. ഇലക്ഷന് തൊട്ടു മുൻപ് നടത്തിയ ജനപ്രിയ പ്രഖ്യാപനങ്ങൾക്ക് വലിയ കയ്യടിയാണ് കിട്ടിയത്. ഇതിലൂടെ CPIയെ ഒതുക്കാനാണ് പിണറായി ശ്രമിച്ചത്.